സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അന്ന് കൊടുങ്ങല്ലൂര് ചന്ദ്രിക കോംപ്ലക്സ് ഇസ്ലാമിക് സെന്ററിൽ ഞാൻ ഇതുപോലെ നിങ്ങളെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി. അന്ന് അജുദ്ദീൻ സാറെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല സാറിന്റെ കെയർ ഓഫിൽ ഞാൻ ഇവിടെ ക്യാമ്പിൽ ക്ലാസ് ഉള്ളത്. അപ്പൊ ഇത് വലിയൊരു അനുഗ്രഹമുള്ള ഒരു സെഷനാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ. ഇതിന്റെ മാനേജിംഗ് വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ എന്താണ്? വൈബ്സ് ആൻഡ് മൈൻഡ്സ്. വൈബ്സ് എന്താണ്? വൈബ്സ് നിങ്ങളിൽ കോമൺ ആയ ഒരു പേരല്ലേ വൈബ്? പറഞ്ഞോളൂ, എന്താ വൈബ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായിലൊക്കെ വരുന്നത്? തന്ത വൈബും തള്ള വൈബ് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം ഈ പേരിട്ടത് വൈബ്സ്. വൈബ്സ് എന്ന് വെച്ചാൽ ഒരു ഓളമാണ്, കുട്ടികളിൽ കാണുന്ന ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് എവിടുന്നാ? മനസ്സിൽ നിന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ കേൾക്കാൻ പോണത് മനസ്സിനെ കുറിച്ചാണ്. എന്താണ് മനസ്സ്? മൈൻഡ്. എങ്ങനെയാണ്, എവിടെയാണ് ഈ മൈൻഡ് ഉള്ളത്? മൈൻഡ് എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോണത്. ഓക്കെ, ഇച്ചിരി സൈക്കോളജിക്കൽ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദെൻ. യെസ്, ഓക്കെ. ചെയ്യുന്നുണ്ടോ കുട്ടികള്? വിവാഹം കഴിഞ്ഞാൽ വിവാഹം അധികം നാൾ നിൽക്കുന്നില്ല, ഉടനെ അത് വേർപിരിയുന്നു. എന്തുകൊണ്ട്? ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? ശക്തിയില്ല അല്ലെ? മനസ്സിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഇന്നത്തെ ജനറേഷന് ഇല്ല. അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ ജനറേഷന്റെ പേരെന്താ അറിയോ? ആൽഫ ജനറേഷൻ അല്ലേ? അപ്പൊ ഈ ആൽഫ ജനറേഷന് മാനസിക ശക്തി ഇല്ല. അപ്പൊ ഇന്ന് നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണേ? മാനസിക ശക്തി ഒന്ന് കുറച്ച് കൂട്ടാൻ പോവാ കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി ആയിരുന്നോ? സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് മൈൻഡ്. എന്താണ് മനസ്സ്? ആർക്കെങ്കിലും അറിയോ എന്താണ് മനസ്സ്? വാട്ട് ഈസ് മൈൻഡ്? അല്ലെങ്കിൽ പോട്ടെ, വേർ ഇസ് മൈൻഡ് ലൊക്കേറ്റഡ് ഇൻ യുവർ ബോഡി? എവിടെയാണ് ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരത്തില് തലയിലാണോ? ഉറപ്പാണോ? അതോ ഹൃദയത്തിലാണോ? ഓക്കെ, ആരൊക്കെ തലയിലാന്ന് പറയുന്നത് കൈപൊക്കെ? മൈൻഡ് തലയിലാന്ന്, ബ്രെയിനിലാണെന്ന് പറയുന്നവർ ആരൊക്കെയാ? കൈപൊക്കൂ. അപ്പൊ ആരും ഇല്ലേ? മോൻ കൈപൊക്കിക്കോ, ധൈര്യമായിട്ട് പോക്കൂ, ഒന്നും പേടിക്കേണ്ട. കമോൻ. രണ്ടാമത്തെ കൈ പൊങ്ങി. എവിടെയാ മൈൻഡ്? ഹൃദയത്തിലാണോ തലയിലാണോ? ഉറപ്പാണോ? കൈ പൊക്ക്, എനിക്ക് കാണണം എത്ര പേരെ തലയിൽ എന്ന് പറയുന്നവരെ കാണും. പൊക്കിക്കോ. തലയിൽ പൊക്ക്. ഓക്കെ, ഗേൾസ് 2 പേര് മാത്രമേ ഉള്ളൂ തലയിൽ, 3 പേര്, അത്രയും പേരുള്ളൂ തലയിൽ എന്ന് പറയുന്നവരല്ലേ? ഉറപ്പാണോ? തലയിലാണ്, ബ്രെയിനിലാണ് മൈൻഡ് എന്ന് പറയുന്നവരാണ് ഇത്രയും കൈപൊക്കിയവര്. ഓക്കെ, ഇനി മൈൻഡ് എന്ന് പറയുന്ന സാധനം ഹൃദയത്തിലാന്ന് പറയുന്നവർ എത്ര പേരാ? കൈപൊക്ക്. ഹൃദയത്തിലാന്ന് പറയുന്ന ആരുമില്ലേ? അപ്പൊ ഈ കൈപൊക്കാത്തവരുടെ മൈൻഡൊക്കെ എവിടെയാ? കയ്യിലാണോ? കാലിലാണോ? എവിടെയാ? കൈപൊക്കഴിഞ്ഞ് കൈപൊക്കി, പിന്നെ കൈപൊക്കിയില്ലല്ലോ. നല്ല നിവർന്ന് പൊക്കണം, എനിക്കല്ലെങ്കിൽ കാണൂല കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം കൈ പൊക്കാൻ പറയുമ്പോ നീണ്ട് നിവർന്ന് പൊക്കണം കേട്ടോ. ഓക്കെ, അപ്പം എവിടെയാണ് മൈൻഡ്? ഉറപ്പിച്ച് പറയാം എല്ലാരും കൂടി ഒരുമിച്ച്. ബ്രെയിനിൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ബ്രെയിനിലാണ് മൈൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രെയിനിൽ ഈ ഒരു സംഭവം കണ്ടോ? ഓറഞ്ച് സ്ട്രക്ചർ. അതിന്റെ പേരെന്താ? അമിഗ്ഡാല. അതിന്റെ പേരാണ് അമിഗ്ഡാല. ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു പേടി, സങ്കടം, സന്തോഷം ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെൻസർ ആണ് അത് ശരിക്കും പറഞ്ഞ ബ്രെയിനില്. നമുക്ക് സങ്കടം വന്നാൽ ഉടനെ അത് സെൻസ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ബ്ലൂ സ്ട്രക്ചർ കണ്ട? ഇതിന്റെ പേരാണ് ഹൈപ്പോഥലാമസ്. ഈ ഹൈപ്പോഥലാമസിന് മെസ്സേജ് കൊടുക്കും, നോക്ക് ഈ ബോഡിക്ക് ഇപ്പോൾ സങ്കടം വരുന്നുണ്ട്, പ്ലീസ് ആക്ട് അക്കോർഡിംഗ്ലി. അപ്പൊ ഹൈപ്പോഥലാമസ് എന്ത് ചെയ്യും?
സങ്കടത്തിന്റെ ഹോർമോൺ റിലീസ് ചെയ്യും. സങ്കടത്തിന്റെ ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നാം? നമുക്ക് കരച്ചിൽ വരും അല്ലേ, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും, നമ്മുടെ ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നും. അപ്പൊ എന്താ വന്നത്? അതാണ് സങ്കടം എന്ന ഒരു ഇമോഷൻ. ഇനി സന്തോഷമായിരുന്നെങ്കിലോ എമിഗ്ഡാല സെൻസ് ചെയ്യും, ദേ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈപ്പോതലാമസിന് മെസ്സേജ് കൊടുക്കും, സിഗ്നൽ കൊടുക്കും. അപ്പൊ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? സന്തോഷത്തിന്റെ റിസെപ്റ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അതെന്താ? ഡോപ്പമിൻ. അത് റിലീസ് ചെയ്യുമ്പോൾ എന്താ? നമുക്ക് തുള്ളിച്ചാടാൻ തോന്നും, ചിരിക്കാൻ തോന്നും, മറ്റുള്ളവരെ സന്തോഷ വാർത്ത പങ്കുവെക്കാൻ തോന്നും അല്ലേ? അപ്പൊ ഇതാണ് ബ്രെയിനിൽ നടക്കുന്ന ഇമോഷണൽ കൺട്രോളിങ്. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്ന എന്താണോ മെസ്സേജ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് എമിഗ്ഡാലയുടെയും ഹൈപ്പോതലാമസിന്റെയും ജോലി. ഓക്കെ, അപ്പൊ ഇതാണ് ഇമോഷൻ എങ്ങനെയാണ് ബ്രെയിനിൽ ഉണ്ടായെന്ന് പറയാൻ കാരണം. പിന്നെ ഈ ഒരു ഭാഗം കണ്ട നീല കളറ്, അതിന്റെ പേരാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അതായത് ഇവിടെ ഈ മുന്നിൽ വരുന്ന സാധനമാണ്. ഈ സാധനം ലോജിക്കൽ തിങ്കിങ്, അതായത് വളരുന്ന പ്രായത്തിൽ നമുക്ക് പല ഡെസിഷൻ എടുക്കണം അല്ലേ, പല തീരുമാനങ്ങൾ എടുക്കണം. ചെറുതായിരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ എളുപ്പമായിരുന്നോ? ചെറുപ്പത്തിൽ നമ്മൾ എന്താ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ ഉമ്മ അടുത്ത് ചോദിക്കും, ഉമ്മ ഇന്ന് ഏത് ഡ്രസ്സ് ഇടും, ഉമ്മ ഇന്ന് എന്താ കഴിക്കണം, ഉമ്മ ഇന്ന് എവിടെ പോകണം ഒക്കെ നമ്മൾ ഉമ്മ അടുത്ത് ചോദിക്കും ഇല്ലേ? പക്ഷെ വളരും തോറും ആ ചോദ്യങ്ങളുടെ എണ്ണം കുറയില്ലേ? എന്തുകൊണ്ടാ? നമ്മൾ സ്വയം ചിന്തിക്കാനും തീരുമാനം എടുക്കാനും തുടങ്ങും അല്ലേ? അപ്പം ആ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പൊ ഈ 3 പേരുകളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ച എല്ലാവരും, ഇനിയും വരും ഞാൻ ചോദിക്കും. എമിഗ്ഡാല, ഹൈപ്പോതലാമസ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. സ്പെല്ലിംഗ് സ്ക്രീനിലുണ്ട്, നോക്കി എഴുതും. എമിഗ്ഡാല AMYGDALA. അടുത്തത് ഹൈപ്പോതലാമസ് HYPOTHALAMUS. മൂന്നാമത്തെ സാധനമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഓക്കെ, ഇനി മനസ്സ് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്ത്. എല്ലായിടത്തും കേൾക്കാല്ലേ മെന്റൽ ഹെൽത്ത്. എന്താണ് ഈ സംഭവം? എന്താണ് സംഭവം മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല്? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യം, മനസ്സിന് സുഖം കിട്ടുക, അതാണ്. നമ്മുടെ മനസ്സിന് ആരോഗ്യത്തോടെ ഇരിക്കുക. ശരീരം എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കതേ? ശരീരത്തിന് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരീരം ആരോഗ്യമുള്ളതാണ്. അതേപോലെ തന്നെയാണ് മനസ്സിന് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മനസ്സും ആരോഗ്യമുള്ളതാണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. നമ്മുടെ ഇമോഷൻസ് ഹെൽത്തി ആയിരിക്കണം. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആരോഗ്യം കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ മാനസിക ആരോഗ്യമാണ് നേടാൻ പോകുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? മടിക്കാതെ മനസ്സ് തുറക്കാം, മാനസികാരോഗ്യം നേടാം. ഓക്കെ, മടിക്കാതെ മനസ്സ് തുറക്കാൻ, മാനസികാരോഗ്യം നേടാം. ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ബ്രെയിനൊക്കെ പൊട്ടി തുറന്ന് ഒക്കെ നിങ്ങളുടെ മാനസികാര്യം നേടിയെടുക്കാൻ പോവാ കേട്ടോ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ IQ എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ഇന്റലിജൻസ് കോഷ്യന്റ്, അതായത് നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, ബുദ്ധി, അതൊക്കെയാണ്. അതേപോലെ തന്നെ നമുക്ക് മാനസികാര്യം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉറക്കം വരുന്നുണ്ട് ഇല്ലേ, കുറച്ചു പേർക്ക്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻ എന്താണ്? ഐ എം ഫീലിംഗ് സ്ലീപ്പി, അതാണ് നിങ്ങളുടെ ഇമോഷൻ. അതാദ്യം കണ്ടുപിടിക്കണം. ഇപ്പൊ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാം അല്ലേ? പക്ഷെ ഇപ്പൊ ഉറങ്ങാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ആ ഉറക്കത്തെ നമ്മൾ മാറ്റണം. എങ്ങനെയാ മാറ്റാം എന്നുള്ളൊരു ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാണ് മാനേജിങ് ഇമോഷൻ. നമ്മുടെ എല്ലാ ഇമോഷൻ നമുക്ക് ആ സമയത്ത് പുറത്തെടുക്കാൻ പറ്റൂല. ഇപ്പൊ എനിക്കിവിടെ ദേഷ്യം വന്ന് ഇവിടെ പൊട്ടിത്തെറിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു സദസ്സാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഇമോഷനെ മാനേജ് ചെയ്യണം. ഹെൽത്തി രൂപത്തിൽ, ആരോഗ്യപരമായ രൂപത്തിൽ ഞാനത് മാനേജ് ചെയ്യണം. പിന്നെ അങ്ങനെ മാനേജ് ചെയ്താൽ നമുക്ക് എന്താണ്? നല്ല ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരു കുടുംബത്തിലായാലും ഒരു സമൂഹത്തിലായാലും
സ്കൂളിലായാലും കൂട്ടുകാർക്കൊപ്പമായാലും നല്ല ബന്ധം വേണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാനാകണം. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം. ഇനി അതിനാദ്യം നമ്മൾ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇപ്പോ പേടി. ഒരു കള്ളം വന്ന് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ ഒറ്റക്ക് വീട്ടിലാണ്, കള്ളം വന്ന് എന്താ തോന്നാ? കള്ളം വന്ന് അമീർ വീട്ടിൽ ഒറ്റക്കാന്ന് വിചാരിക്കാം. അമീറിന്റെ വീട്ടിൽ കള്ളം വന്നു പെട്ടെന്ന്. എന്തായിരിക്കും മോനിക്ക് ഉണ്ടാവുന്ന തോന്നലുകൾ? എന്തായിരിക്കും ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം? ഇൻഫോം ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പെട്ടെന്ന് കള്ളനെ കണ്ട്, കള്ളൻ ഇങ്ങനെ മുന്നിൽ നിൽക്കണം. അന്നേരം എന്താണ് ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ? പേടി വരും. വെരി ഗുഡ്, പേടി വരും. ആ പേടി എങ്ങനെയാണ് ബോഡിയിൽ പ്രതികരിക്കുന്നത്? എന്തൊക്കെ സിംറ്റംസ് ആയിട്ടാ തോന്നണത്? രക്ഷപ്പെടാൻ തോന്നും. ഓക്കെ, അതൊക്കെ തോന്നും. പക്ഷെ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? നമ്മുടെ നെഞ്ചെടുപ്പ് കൂടൂലേ? നെഞ്ചെടുപ്പ് കൂടും. വായിലെ വെള്ളം പറ്റില്ലേ? ഇല്ലേ? പേടിച്ചു കഴിഞ്ഞാൽ വായിലെ വെള്ളം പറ്റും അല്ലേ? പിന്നെന്താ ഉണ്ടാവുന്നേ? എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ശബ്ദമൊക്കെ നിലച്ചു പോകും അല്ലേ? രക്ഷപ്പെടാനൊക്കെ നോക്കും, പക്ഷെ ഒരു ഒച്ച പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആകെ നമ്മൾ സ്തംഭിച്ചോ, കണ്ണൊക്കെ വലുതാക്കും ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചില ബോഡിയിലെ മാറ്റങ്ങളാണ് ഇമോഷൻസിനെ പുറത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോ സങ്കടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ കരയും. നമുക്ക് വല്ലാതെ ബേജാറായി തോന്നും, ശരീരം ആകെ തളരുന്ന പോലെ തോന്നും. ഇനി ഒരു പരീക്ഷയ്ക്ക് പോയെന്ന് വിചാരിക്കും, 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോ എന്താ തോന്നണേ? ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഈ ടെൻഷൻ ഉണ്ടാവുമ്പോ എന്താ ഉണ്ടാവുന്നേ? പേടി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. ഭക്ഷണം കഴിക്കാൻ തോന്നോ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ. ചിലർക്ക് തലവേദന വരും, ചിലർക്ക് വയറിന് വേദന വരും, ചിലർക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും ഇല്ലേ? അങ്ങനെ പല ടൈപ്പ് സിംറ്റംസ് വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് നമ്മുടെ ബോഡിയിലും. മൈൻഡ് നമ്മുടെ ബ്രെയിനിലാണെങ്കിലും ഇമോഷൻസ് ലിവ് ഇൻ അവർ ബോഡിയിൽ എല്ലായിടത്തും റിഫ്ലക്റ്റ് ആകും. ഓക്കെ, അപ്പൊ അതിന്റെ ചില എക്സാമ്പിൾസ് ആണ് നോട്ട് ഫീലിംഗ് ഹംഗ്രി, ലംപ് ഇൻ ദ ത്രോട്ട്. ഇപ്പം കളന കട പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ എന്തോ നിൽക്കുന്ന പോലെ തോന്നും, അതാ ശബ്ദം വരാത്തത് അല്ലേ? പിന്നെ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ബോഡി പെയിൻ, നെഞ്ചിലൊക്കെ ഭയങ്കര ഭാരമുള്ള പോലെ തോന്നും. അതെപ്പോഴായിരിക്കും ഈ നെഞ്ചിൽ ഭാരം തോന്നണത്? ഏത് ഇമോഷൻ വരുമ്പോഴാണ്? ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ? സങ്കടം വരുമ്പോ അല്ലെ? നെഞ്ചിൽ ഭയങ്കര പ്രയാസം തോന്നും. പിന്നെ മസിൽസ് ഒക്കെ ടൈറ്റ് ആകും. കള്ളം വന്നു, ഓടി രക്ഷപ്പെടാൻ നോക്കും, പക്ഷെ ഓടാൻ പറ്റൂല. എന്തുകൊണ്ടാ? മസിൽസ് ടൈറ്റ് ആയി നിൽക്കുകയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇമോഷൻസ്. ഇനി കുറച്ച് ഇമോഷൻസ് ഞാൻ ഇന്നത്തെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. സ്മൈലീസ് ഉള്ളതുകൊണ്ട് ഇമോഷൻസ് ഒക്കെ അറിയാം അല്ലേ? ആരാ ഇമോഷൻസ് എല്ലാം വായിച്ചു തരുന്നത്? ബാക്കിൽ നിന്ന് ആരെങ്കിലും വിളിക്കാം. ബാ കേട്ടോ, മോന്റെ പേര് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. മോൻ എന്നെ ബ്ലാക്ക് ഷർട്ട് തന്നെ. കമോൺ, എണീറ്റ് ബാബാ. മൈക്ക് എവിടെയാണ്? അതെന്താ ഉറക്കം വരും ഇരുന്ന് കഴിഞ്ഞാല്? പോരും ബർക്കമോൻ. ഒന്നുമില്ല, ജസ്റ്റ് ആ പേരുകൾ വായിച്ചാൽ മതി. ഇപ്പൊ വായിച്ച എളുപ്പമുള്ളത് കിട്ടും, ഇല്ലെങ്കിൽ ഇനി പാടുള്ളത് ഉണ്ട്, അതിന് വിളിക്കും ഞാൻ. എന്നാ ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് വായോ? കമോൻ. ആരാ? കമോൺ, പേരുകൾ വായിച്ചാൽ മതി. തല താഴ്ത്തിയിരിക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ആരാ ഉഷാറ്? ഞാൻ നോക്കട്ടെ. കമോൺ, ഞാൻ ബോയ്സിനെ വിളിക്കുള്ളൂ ആദ്യം. ബാ. ഓക്കെ, എന്നാ ആരെങ്കിലും ഇഷ്ടത്തോടെ വായോ? വോളണ്ടിയർലി കമോൺ, എനിവൺ. ജസ്റ്റ് ഇമോഷൻസ് ഒന്ന് നോക്കി വായിച്ചാൽ മതി. ബാബാ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗിവ് ഹിം എ റൗണ്ട് ഓഫ് അപ്ലോസ്. ഒന്ന് കയ്യടി കൊടുത്തേ. ആ ഇമോഷൻസിന്റെ പേര് നോക്കാം, ഒന്ന് വായിക്കാം. അത്രേ ഉള്ളൂ. കാം, ഹാപ്പി, സില്ലി. ക്ലാം, ഹാപ്പി, സില്ലി, റിലാക്സ്ഡ്, നെവറസ്, അയോങ്ഡ്, annoyed, sad, she, surprised, hungry, angry, confused, sleepy,
സിക്ക് ഹർട്ട് ഹോട്ട്. വെരി ഗുഡ്, സൂപ്പർ. ഒന്നും കൂടി കയ്യടി കൊടുത്തേ. മോന്റെ പേരെന്താ? ഉമർ ഫാറൂഖ്. മാഷാ അല്ലാ. ഓക്കെ. അപ്പൊ ഉമർ ഫാറൂഖ് കുറച്ച് ഇമോഷൻസിന്റെ പേര് പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് പരിചയമുള്ള ഇമോഷൻസ് അല്ലേ? അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അനോയിഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത. ഓക്കെ, ദേഷ്യം വരുന്നു. ഇപ്പൊ ചിലവർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഞാൻ പൊക്കി വിളിക്കുന്നോണ്ട് അല്ലേ? ഓക്കെ. പിന്നെ സർപ്രൈസ് എന്ന് വെച്ചാൽ അത്ഭുതം. ഹംഗറി അറിയാം. കൺഫ്യൂസ്ഡ്. സിക്ക് എന്ന് വെച്ചാൽ അസുഖമുള്ള, ടയേർഡായിട്ട്, വയ്യാതെ ഇരിക്കുന്നു. ഹേർട്ട് എന്ന് വെച്ചാൽ വേദനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് സിമ്പിൾ ഇമോഷൻസ്. ഇനി നമുക്ക് ഓക്കെ, ഞാൻ കുറച്ച് സിംറ്റംസ് ഇടും, അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളും. അതേത് ഇമോഷനാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ക്ലെൻച്ച്ഡ് ജോ ആൻഡ് ഫിസ്റ്റ്. ക്ലെൻച്ച് ജോ എന്ന് വെച്ചാൽ പല്ലിങ്ങനെ ഇറുക്കുന്നു, ഫിസ്റ്റൊക്കെ ഇങ്ങനെ പൂട്ടി വെക്കുന്നു. ടൈറ്റ്നെസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഹോട്ട് ഫേസ്. നെഞ്ചിലൊക്കെ ഒരു ഭാരം, മുഖമൊക്കെ ചുമന്നിരിക്കണേ. ഏത് ഇമോഷനാ? റേസ്ഡ് വോയിസ് ആൻഡ് പേസിംഗ്. റേസ്ഡ് വോയിസ്, ഉറക്കയിൽ സംസാരിക്കുന്ന, സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഏത് ഇമോഷനാ? ആംഗ്രി. വെരി ഗുഡ്, സൂപ്പർ. ഇതാണ് ആംഗ്രി. ആരെങ്കിലും ഇൻസൈഡ് ഔട്ട് മൂവി കണ്ടിട്ടുണ്ടോ? ആനിമേഷൻ മൂവി കണ്ടിട്ടുണ്ട്? വെരി ഗുഡ്, അതിലുള്ളതാ അല്ലേ ആംഗ്രി? യെസ്. ഓക്കെ, അടുത്തത് ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ എന്തോ ഒരു സെൻസേഷൻ. ഫ്ലഷ്ഡ് ചീക്ക്, മുഖമൊക്കെ നല്ല തെളിഞ്ഞ് ചുമന്നിരിക്കുന്നു. വൈഡ് ഐസ് ആൻഡ് ടോക്കിംഗ് റാപ്പിഡ്ലി. കണ്ണൊക്കെ വിടർന്നിരിക്കുന്നു, സ്പീഡിൽ സംസാരിക്കുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ. ജമ്പിങ് ഓർ ബൗൺസിങ് ഓൺ ടോസ്. ചാടുന്നു, ബൗൺസ് ചെയ്യുന്നു. ഏതാ ഇമോഷൻ? ഹാപ്പി. യെസ്, വെരി ഗുഡ്. സന്തോഷം വരുമ്പോൾ വരുന്ന ഇമോഷൻസ് അല്ലേ? ജോയ്. ഓക്കെ, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞോ ഇല്ലേ? സോറി. ഓക്കെ, ഇനി അടുത്തത് കോൾഡ് സ്വെറ്റി ഹാൻഡ്സ് ആൻഡ് എ നോട്ട് ഇൻ ദ സ്റ്റമക്ക്. കൈകളൊക്കെ തണുത്തിരിക്കുന്നു, വിയർത്തിരിക്കുന്നു. വയറിലും എന്തോ ഒരു കെട്ട് വീണ പോലത്തെ സെൻസേഷൻ. ഫാസ്റ്റ് ഷാലോ ബ്രീതിങ് ആൻഡ് റെസ്റ്റ്ലെസ് ലെഗ് മൂവ്മെന്റ്സ്. അതായത് നമ്മുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവണം, ഇങ്ങനെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്, കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ്ലെസ് ആണ് കാല്. ഏത് ഇമോഷനാ? കിട്ടുന്നുണ്ടോ? അടുത്ത ക്ലൂ കൂടി തരാം. അവോയ്ഡിങ് ഐ കോൺടാക്ട് ആൻഡ് ബൈറ്റിംഗ് നെയിൽസ്. ആരെയും നോക്കുന്നില്ല, നഖം കടിച്ചുകൊണ്ടിരിക്കുക. നെർവസ്. വെരി ഗുഡ്. നെർവസിന് വേറൊരു പേരുണ്ടല്ലോ ഇൻസൈഡ് ഔട്ടില്, മറന്നുപോയി. ഓക്കെ, ആങ്സൈറ്റി. ആങ്സൈറ്റി നെർവസ്നെസ് സെയിം ആണ് കേട്ടോ. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പൊ ആങ്സൈറ്റി വരുമ്പോൾ ഒരു എക്സാമിന് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് ആണിത്. ഇനി അടുത്തത് ഹെവി ലിംസ് ആൻഡ് സ്ലംപ്ഡ് ഷോൾഡേഴ്സ്. അതായത് കാലിനൊക്കെ ഭയങ്കര ഭാരമുള്ള പോലെ ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ തളർന്നൊടിഞ്ഞു നിൽക്കുന്നു. ക്വൈറ്റ് വൈസ് ആൻഡ് ഓഡിബിൾ എക്സേൽ. ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്, പതുക്കെ സംസാരിക്കുകയുള്ളൂ. ഓഡിബിൾ എക്സേൽ, നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇനി ടിയറിംഗ് അപ്പ് ഓർ ക്രൈയിങ്. എന്താണ് ഇമോഷൻ? സാഡ്. വെരി ഗുഡ്, സാഡ്. സങ്കടം വരുമ്പോൾ വരുന്ന ഇമോഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് എൻ്റെ ഇമോഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എങ്കിൽ നമുക്കിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇമോഷൻസ് ഒരിക്കലും സപ്രസ് ചെയ്യാനുള്ളതല്ല. ദേഷ്യം വന്നാലേ ദേഷ്യം അടിച്ചമർത്തി പിടിക്കരുത് എന്ന് വെച്ചിട്ട് ദേഷ്യം വന്നാൽ നമ്മൾ സംസാരിക്കാനും പാടില്ല. അതിനൊരു ഹെൽത്തിയ രൂപത്തിലാണ് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ആ ഹെൽത്തി രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. പക്ഷേ സപ്രസ് ചെയ്താൽ എന്താ സംഭവിക്കാം? ഒരു വേസ്റ്റ് ബക്കറ്റിൽ ഒരുപാട് വേസ്റ്റ് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ചീഞ്ഞളിഞ്ഞ പച്ചക്കറി വേസ്റ്റും ഒക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ കുറേ നമ്മൾ നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടിട്ടാലും ആ റൂമിൽ എന്ത് മണമായിരിക്കും ഉണ്ടാവുക? വേസ്റ്റിന്റെ മണമാണോ പൂക്കളുടെ മണമാണോ? വേസ്റ്റിന്റെ മണോ അല്ലേ? വേസ്റ്റ് ചീഞ്ഞാളിത് എത്ര ഇതിൻ്റെ മേളിൽ നമ്മൾ പെർഫ്യൂം ഇട്ടാലും ഫ്ലവേഴ്സ് കൊണ്ടുവച്ചാലും എന്തായിരിക്കും ആക്ച്വലി മണം? വേസ്റ്റിന്റെ മണം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് കേട്ടോ.
നമ്മുടെ മൈൻഡിൽ എത്ര നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, അല്ല ബാഡ് ഇമോഷൻസ് നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായാലും ആ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. നമ്മൾ എന്താ ചെയ്യുക? ആ നെഗറ്റീവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇമോഷൻസ് സപ്രസ് ചെയ്യരുത്, അടിച്ചമർത്തരുത്. അത് പുറത്തോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അതൊരു ഹെൽത്തിയർ വേയിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇമോഷൻ വെതർ വാൾ. ഓക്കെ, ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് തരാം, ഓരോന്നെടുത്തിട്ട് പാസ് ചെയ്യാം എല്ലാവർക്കും. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഇമോഷൻ നിങ്ങൾ അതിൽ എഴുതണം. അത് എഴുതേണ്ട രൂപം ഇതുപോലെയാണ്. ഇമോഷൻ വെതറുമായിട്ട് കണക്ട് ചെയ്യണം. ഓരോന്നെടുത്തിട്ട് പാസ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ എന്താണ്? സണ്ണി ഡേ, സണ്ണായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. കാമാണ്, ശാന്തതയാണെങ്കിൽ ക്ലൗഡ് ആയിട്ട്, ആംഗ്രി ആണെങ്കിൽ ഇടിവെട്ട്, സാഡ് ആണെങ്കിൽ ക്ലൗഡ്സ് റെയിൻ ചെയ്യുന്നു, സ്കെയർഡ് എന്ന് വെച്ചാൽ പേടിയാണെങ്കിൽ ചുഴലിക്കാറ്റ്, എക്സൈറ്റഡ് ആണെങ്കിൽ റെയിൻബോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഇമോഷൻ തോന്നുന്നത് അതിന്റെ പടം നിങ്ങൾ വരക്കാം. ഓക്കെ, വേണമെങ്കിൽ ആ ഇമോഷന്റെ പേരും എഴുതാം. ഇനി നിങ്ങൾക്ക് രണ്ട് ഇമോഷനാണ് ഒരുമിച്ച് തോന്നണത്. ഇപ്പം എക്സൈറ്റഡും കാമും ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ്സും വരക്കാം, റെയിൻബോയും വരക്കാം. ഹാപ്പി ആൻഡ് കാം ആണെങ്കിൽ സണ്ണും വരക്കാം, റെയിൻബോയും വരക്കാം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് ഇമോഷൻസ് നിങ്ങളുടെ സ്റ്റിക്കി നോട്ടിൽ എല്ലാവർക്കും കിട്ടിയോ? എഴുതിയോ? കൊടുത്തേക്ക് ബാക്കിൽ. നിങ്ങൾ നിങ്ങളുടെ ബോഡിയോട് എന്നെ ചോദിക്കുക, എനിക്കിപ്പോൾ എന്തൊക്കെയാ തോന്നുന്നത്. സ്ലീപ്പി ആണെങ്കിൽ സ്ലീപ്പി എഴുതിക്കോ, അതിന് പടം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പടം ഇത്രയും അവൈലബിൾ ഉള്ള പടം വെച്ച് പറ്റാവുന്ന ഒരു ഇമോഷൻ എഴുതാം. ഇനി ഇതിലൊന്നും ഇല്ലാത്താണെങ്കിൽ ആ ഇമോഷൻ എഴുതിക്കോളൂ. അറ്റ്ലീസ്റ്റ് യു വിൽ നോ ദാറ്റ് വാട്ട് യു ഫീൽ നൗ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കിപ്പോൾ എന്ത് ഇമോഷനാണ് അത് എഴുതുക. ടീച്ചേഴ്സിനും വേണമെങ്കിൽ പങ്കെടുക്കാം കേട്ടോ, ഇതിൽ അഡൽട്സിനും പങ്കെടുക്കാം. എഴുതിക്കഴിഞ്ഞോ ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ ഇമോഷൻ വെതർ വാൾ. ഇവിടെയാണ് നമ്മൾ ഇമോഷൻസ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. പേരൊന്നും എഴുതണ്ട കേട്ടോ, ആരുടെയും പേര് എഴുതണ്ടേ. എഴുതി പോയെങ്കിൽ സാരില്ല, എനിക്ക് ആരെയും അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓരോരുത്തർ വന്ന് ഇവിടെ ഒട്ടിക്കാം കേട്ടോ. എഴുതി കഴിഞ്ഞോ? മോൻ തന്നെ ഒട്ടിച്ചോ വന്നിട്ട്. യെസ്, വെരി ഗുഡ്. ഒടിച്ചോ വന്നിട്ട്. യെസ്, വെരി ഗുഡ്. സൂക്ഷിച്ചു വരണേ. കഴിഞ്ഞോ? എല്ലാവരും ഒട്ടിച്ചോ? ഓക്കെ, എക്സലന്റ്. ആരെങ്കിലും ആംഗ്രി ഒട്ടിച്ചിട്ടുണ്ടോ? എന്നോട് ദേഷ്യം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് നോർമൽ, നോ പ്രോബ്ലം. ഓക്കെ, എല്ലാ ഇമോഷൻസും ഇവിടെ ആക്സെപ്റ്റബിൾ ആണ്. ബട്ട് അതൊരു ഹെൽത്തിയർ വേയിലായിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, അതിന് യാതൊരു നിരോധവും ഇല്ല. നിങ്ങളുടെ ബോഡി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമുക്ക് ആരോടും വേണമെങ്കിൽ ദേഷ്യം വരാം. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ
ദേഷ്യം വരാം, അത് നോർമലാണ്. പക്ഷെ ദേഷ്യം പ്രകടമാക്കല് ഒരു ഹെൽത്തിയർ വേയിലാകണം എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇമോഷണൽ വെതർ വാൾ. അപ്പൊ എല്ലാരും ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്തല്ല? മോസ്റ്റ് ഓഫ് ദം ഹാവ് റിട്ടൺ പോസിറ്റീവ് ഇമോഷൻസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഐ കാൺട്ട് ചേഞ്ച് വാട്ട് ഐ ഫീൽ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആംഗ്രിയാ തോന്നുന്നെങ്കിൽ അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. പേടിയാ വരുന്നെങ്കിൽ അതിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. പക്ഷേ ബട്ട് ഐ ക്യാൻ ചേഞ്ച് വാട്ട് ഐ ഡു. ആ ദേഷ്യം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അതിനെ നമുക്ക് മാറ്റം വരുത്താം അല്ലേ? ദേഷ്യപ്പെടുമ്പോൾ സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് ഉമ്മ പറഞ്ഞ് മതി മോനെ ഫോൺ കണ്ടത്, അല്ലെങ്കിൽ TV ഓഫ് ചെയ്യും മോളേന്ന് പറഞ്ഞു, എന്താ വരാം? ദേഷ്യം വരും. ഈ ഉമ്മാക്ക് ഇതന്നെ ജോലിയുള്ളൂ, എപ്പോ TV ഇട്ടാലും ഉമ്മ ഇതന്നെ വന്ന് പറയും പഠിക്കി 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 അല്ലേ? അങ്ങോട്ട് തിരിഞ്ഞാ പഠിക്കി, ഇങ്ങോട്ട് തിരിഞ്ഞാ പഠിക്കി. ദേഷ്യം വരും, വരില്ലേ? സ്വാഭാവികം, ദേഷ്യം വരും, ആർക്കായാലും വരും. ആ ദേഷ്യം വരുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, കാരണം നിങ്ങളുടെ എമിഗ്ഡാലയാണ് ആ ഒരു സെൻസർ കൊടുത്തത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും. പക്ഷേ തിരിച്ചു ചെയ്യുന്ന റെസ്പോൺസ്, ഉമ്മാനോട് നമ്മൾ ദേഷ്യം പ്രകടമാക്കുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റോ? ഇല്ലേ? പറ്റും അല്ലേ? അതാണ്. ബട്ട് ഐ ക്യാൻ ചേഞ്ച് വാട്ട് ഐ ഡു. തിരിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ചേഞ്ചാണ് ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ എന്നും ആ ചേഞ്ച് ഉണ്ടാകണം എന്നും ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ചേഞ്ചസിന് വേണ്ട കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോണത്. ഒന്നാമത്തതാണ് സ്പിരിച്വൽ മെഡിറ്റേഷൻ, അതായത് ആത്മീയത. അപ്പൊ നിങ്ങൾക്കറിയാം ഇതൊരു ഇസ്ലാമിക് ക്യാമ്പസ് ആണ് അല്ലേ? ഇസ്ലാമിക് ക്യാമ്പസിൽ നിങ്ങൾ ഒരുപാട് ഇസ്ലാമിക് ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുറാനിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തി കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹുവിൻ്റെ സ്മരണ അത്യാവശ്യമാണ്. അപ്പോൾ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ മനസ്സിലുണ്ടാവണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ്. ഞാൻ ഉമ്മാനോട് ദേഷ്യപ്പെട്ടാൽ അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ എന്ത് ചെയ്താലും അള്ളാഹുവിന് ഇത് ഇഷ്ടമാണോ എന്നതാകണം നിങ്ങളുടെ ചോദ്യം. ആ ഒരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിലോട്ട് പോവാൻ കഴിയില്ല. കൂട്ടുകാരൻ പറഞ്ഞു വാടാ നമുക്ക് സിനിമക്ക് പോവാം, ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് സ്മരണയുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചിന്തിക്കാം? ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ആ ഒഴിഞ്ഞു മാറുക എന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിനെന്താ വേണ്ടേ? ഒരു സ്ട്രോങ് മനസ്സ് വേണം അല്ലേ? അപ്പൊ നിങ്ങൾ ശക്തിമാന്മാരാണോ? ആണോ അല്ലേ? ശക്തിമാന്മാരാകണ്ടേ? ആകണം അല്ലേ? അപ്പൊ ആകണമെങ്കിൽ ആ ഒരു മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കണം. ഈ ഒരു പ്രായമാണ് പാകപ്പെടുത്താൻ പറ്റിയ ഒരു പ്രായം. ഓക്കെ, അപ്പൊ ഈ എല്ലാ നേരവും നമുക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് നമസ്കാരം. 5 നേരം ഉണ്ടല്ലേ നമസ്കാരം? 1 2 അല്ല, 5 പ്രാവശ്യം നമ്മൾ നമസ്കരിക്കണം. 5 പ്രാവശ്യം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഗ്യാപ്പിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സ്മരണ വരും. പക്ഷെ നമസ്കരിക്കേണ്ട രൂപത്തിലായിരിക്കണം എന്നതാണ് പ്രത്യേകത. ഓക്കെ, പിന്നെയുള്ളത് അദ്കാറുകൾ. രാവിലെ സുബഹി കഴിഞ്ഞിട്ടുള്ള അദ്കാറുകളുണ്ട് അല്ലേ? ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നിങ്ങൾ ശീലമാക്കണം. കാരണം അത് ശീലമാക്കിയാലേ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തരും. നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കും, റബ്ബേ എനിക്കിത് എവിടെ നിന്നാ കിട്ടുന്നത്, ഞാൻ ചോദിച്ചിട്ടും കൂടി ഇല്ലല്ലോ. കാരണം ഈ ഒരു സംഭവം മാമിന് തന്നെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ നമ്മൾ മുടങ്ങാതെ ചെല്ലിയാൽ അള്ളാഹു നമുക്ക് ബർക്കത്തുകൾ ഇങ്ങനെ ചുരിഞ്ഞു തരും. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു തരും. അത്രയും പവർഫുൾ ദുആകളാണ് രാവിലത്തെ അദ്കാറിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും അദ്കാറുകളുടെ ലിസ്റ്റൊക്കെ. അതൊക്കെ ജീവിതത്തിൽ എന്നും നിലനിർത്തണം, എന്നും പ്രാർത്ഥിക്കണം. സുബഹി കഴിഞ്ഞിട്ടുള്ള അദ്കാറുകളും മഗ്രിബ് കഴിഞ്ഞിട്ടുള്ള അദ്കാർ, അതായത് സന്ധ്യക്ക് മുൻപുള്ള അദ്കാറുകളും. പിന്നെയുള്ളത് ഖുർആൻ റെസിറ്റേഷൻ. എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയില്ലേ? ഓക്കെ, അപ്പൊ ഖുർആൻ ഓതണം. ദിവസത്തിൽ 1 നേരമെങ്കിലും ഖുർആൻ ഓതണം. ഒന്നല്ലെങ്കിൽ സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം. അത് ചുമ്മാ ഓതരുത്. അൽഹംദുലില്ലാഹി അങ്ങനെയല്ല ഓതേണ്ടത് കേട്ടോ. ഖുർആൻ ഓതേണ്ടത് ഭംഗിയോട് കൂടി ആകണം, തജ്വീദോട് കൂടി, എല്ലാ അക്ഷരങ്ങളും സ്പഷ്ടമായിട്ടാകണം. കാരണം അത് ആരുടെ വാക്കുകളാ?
അള്ളാഹുവിൻ്റെ വാക്കുകൾ അല്ലേ, അള്ളാഹുവിൻ്റെ വാക്കുകൾ നല്ല റെസ്പെക്റ്റോടു കൂടിയും നല്ല ഭംഗിയിൽ ഓതണം, അതിന് നല്ലൊരു പ്രതിഫലമാണ് കിട്ടാം. ഓക്കെ, ഈ ഖുർആൻ പാരായണം കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും, ഒരു സുക്കൂൻ കിട്ടും. അപ്പം നമുക്ക് എന്താ സംഭവിക്കാം, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും അവിടെ വരില്ല. ആ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ പോസിറ്റീവായിട്ട് മാറും. ദേഷ്യം വരുമ്പോൾ ഖുർആൻ ഓതിയാൽ ദേഷ്യം മാറും. ഹദീസ് ഉണ്ട് അല്ലേ, ഞാൻ വരുന്നുണ്ട് പറയാം. പിന്നെ പ്രാർത്ഥന, എന്നും പ്രാർത്ഥിക്കണം കേട്ടോ മക്കൾ, നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും നല്ല മക്കളാവാനും ഉമ്മാക്കും എല്ലാവർക്കും കൺകുളിർമയുള്ള മക്കളാവാനും ഈ സമൂഹത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ കൊണ്ടേ ഒരു ഉപകാരമുള്ളൂ അല്ലേ. ദോഷകരമാകുന്ന മക്കളായാലും എന്ത് കാര്യം, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ നിങ്ങളാ? ഇല്ല. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മക്കളാവാൻ ശ്രമിക്കുക. ഇനി അടുത്ത മെഡിറ്റേഷൻ, അപ്പം അതാണ് സ്പിരിച്വൽ മെഡിറ്റേഷൻ, ആത്മീയത. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മെഡിറ്റേഷൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തതാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. നമുക്ക് നമ്മുടെ ബോഡിയെ തന്നെ സ്കാൻ ചെയ്യാം, ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ? എല്ലാവരും വലത്തെ കൈയുടെ തമ്പെടുക്കും, തള്ളവിരലും ഇടത്തെ കൈയുടെ ഈ ഭാഗത്ത് വെക്കും, ഇടത്തെ കൈയുടെ ഈ ഭാഗത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കും. അവിടെ നിങ്ങളുടെ പൾസ് കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കിയേ, അടിക്കുന്നുണ്ടോ? ടപ്പ് 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 ടപ്പ്. കിട്ടിയോ? കണ്ണടച്ച് അതൊന്ന് ഫീൽ ചെയ്യും, സൈലന്റ് ആയിട്ട് കണ്ണടച്ച് അതൊന്ന് 1 മിനിറ്റ് ഫീൽ ചെയ്യും, എന്നിട്ട് കൗണ്ട് ചെയ്യും എത്ര ഉണ്ടെന്നുള്ളത്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടിയോ? ഓക്കെ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ആ പൾസ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നൊരു സംഭവമാണ്, അത് നിങ്ങൾക്ക് പുറമേന്ന് അറിയാൻ കഴിഞ്ഞില്ലേ. എന്താണ് ഈ ടക്ക് ടക്ക് അടിക്കുന്നതിൻ്റെ പ്രാധാന്യം? നിങ്ങളുടെ ഹാർട്ട് ഇടിക്കുന്നതാണ് നിങ്ങൾ അവിടെ കേട്ടത്. അകത്തുള്ള ഹാർട്ട് ഇടിക്കുന്നത് നിങ്ങൾ കൈകളിലൂടെ അറിഞ്ഞു. അപ്പം എന്താണ്, നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ സ്കാൻ ചെയ്തല്ലേ. ഓക്കെ, അപ്പം അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? സമാധാനം കിട്ടിയോ? ഒരു ശാന്തത കിട്ടിയോ മനസ്സിന്? ഓക്കെ, അപ്പം ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ ബോഡിനെ തന്നെ നിങ്ങളൊന്ന് അളക്കുക. മെഡിറ്റേഷൻ എന്ന് പറയും അതിനെ. ഓക്കെ, ബോഡി സ്കാൻ ചെയ്യുക. അതായത് നിങ്ങളുടെ പൾസ് നിങ്ങൾ സ്വന്തം ഫീൽ ചെയ്യുക. നെഞ്ചത്ത് കൈവച്ചാലും നിങ്ങൾക്ക് ഹാർട്ട് ഇടിപ്പ് കേൾക്കാൻ പറ്റും. പക്ഷെ അത് ഇച്ചിരി കൂടി ടഫറാണ്. അപ്പം അതിലും എളുപ്പം നിങ്ങളുടെ വിരലുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പൾസ് കേൾക്കാൻ പറ്റും. ഓക്കെ, സ്ട്രെസ്ഫുൾ ആയ കണ്ടീഷൻ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നത്, എക്സാം നാളെയാണ്, മണ്ടയ്ക്ക് ഇരിക്കുക എക്സാം അല്ലേ, ഒരു കുന്ന് പഠിക്കാനുണ്ടാവും, പഠിച്ച് തീർന്നിട്ടില്ല, ഇത്രയും നാൾ ഉഴപ്പി നടന്നതിൻ്റെ ആയിരിക്കും. അപ്പം എന്താണ്, ടെൻഷൻ ആവൂലേ, സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, പഠിക്കാനും പറ്റൂല, നിൽക്കാനും പറ്റൂല, വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ, ഒരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് പഠിച്ചു നോക്കും, നിങ്ങൾക്കത് ഓർമ്മയിലും നിൽക്കും. ഓക്കെ, ഇനി അടുത്തൊരു ടെക്നിക്കാണ് നേച്ചർ വാക്കിംഗ്, മൈൻഡ്ഫുൾ വാക്ക്. അതായത് പ്രകൃതിയിലൂടെ ചുമ്മാ ഒന്ന് നടക്കാം, മുറ്റത്ത് കൂടി ഒന്ന് നടക്കാം, കുറച്ച് ഓക്സിജനൊക്കെ കിട്ടുക ചെടികളിൽത്താം, അതൊക്കെ ഒരു നല്ല ശീലമാണ്. ഓക്കെ, എപ്പോഴും ഈ വീട്ടിൽ കുത്തി ഫോണിൻ്റെ മുന്നിലും ടിവിയുടെ മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് പ്രകൃതിയിലോട്ട് ഇറങ്ങണം. പ്രകൃതി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ശാന്തതയുടെ അടയാളമാണ്. അപ്പോൾ ആ പ്രകൃതിയിലോട്ടും ഇറങ്ങി മൈൻഡിനെ കാമാക്കാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെയുള്ളതാണ് പൊസിഷൻ ചേഞ്ചിങ്. ദേഷ്യം വരുമ്പോൾ നബി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളടുത്ത്? ദേഷ്യം വരുമ്പോൾ ഇരിക്കുക അല്ലേ, ഇരുന്നിട്ടും ദേഷ്യം മാറിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്ട്രെസ്ഫുൾ ആയ ഒരു സംഭവം, ദേഷ്യം വരികയോ സങ്കടം വരികയോ ചെയ്യുമെങ്കിൽ എന്താണ്, ആ പൊസിഷൻ ഒന്ന് മാറ്റണം. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് മാറ്റണം. അല്ലാതെ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്, അവിടെ നിന്ന് നമ്മൾ ഒന്ന് മാറാൻ ശ്രമിക്കണം. അപ്പം ഇതിനാണ് പൊസിഷൻ ചേഞ്ചിങ് എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പം ക്ലാസ്മേറ്റ്സ്, ഇവിടെ റൂമിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കാല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വരാം. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ അവിടെ നിന്ന് തിരിച്ചു കൊടുക്കലല്ല. അവൻ ഒന്ന് പറഞ്ഞ് ഞാൻ 5 എണ്ണം തിരിച്ചു കൊടുക്കും, അങ്ങനെ ആവണോ? വേണ്ട, അങ്ങനെയല്ല വേണ്ടത്. അന്നേരം എന്താ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറുക. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് വിഷമായി, അത് നോർമലാണ്.
പക്ഷെ ആ വിഷമം നിങ്ങൾ ദേഷ്യത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് നെഗറ്റീവ് ഇമോഷൻ. ആ വിഷമത്തെ നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് ഒരു ഡീപ് ബ്രെത്ത് എടുത്ത്, അല്ലെങ്കിൽ ഈ ബോഡി സ്കാൻ മെക്കാനിസം, അല്ലെങ്കിൽ ഖുറാനിൽ ഒരു ആയത്തോ ഒരു ദുആയോ ചൊല്ലിയിട്ട് നിങ്ങൾ ആ സങ്കടം പുറത്തോട്ട് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലൂടെ എന്താണ്, ആ സങ്കടം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നില്ല, അത് പുറത്തോട്ട് പോയി ഓൾറെഡി. അപ്പം ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട് മൈൻഡിൽ വരില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു ഇമോഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോപ്പിംഗ് മെക്കാനിസമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ബോയ്സ് പറയണ്ട, അവരെന്തായാലും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണ്ടേ, ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ആക്ടിവിറ്റി ഉള്ള കുട്ടികളാണ് ബോയ്സ്. പക്ഷെ ഗേൾസിനെ സംബന്ധിച്ചോളം അത് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്കും അതിനൊന്നൊരു ഇതില്ല കേട്ടോ. നിങ്ങൾക്കും ബാഡ്മിൻ്റൺ കളിക്കാം, പറ്റാവുന്ന ഗെയിംസ് ഒക്കെ കളിക്കാം. അതൊരു പ്രൈവസി കമ്പൗണ്ടിലായിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം, എക്സസൈസസ് ചെയ്യാം. രാവിലെ എണീറ്റിട്ട് പല എക്സസൈസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെയുള്ളതാണ് ആർട്ട് തെറാപ്പി, അതായത് വരക്കുക. ആരെവിടെ നല്ലോണം വരക്കുന്ന കുട്ടി? ഈ വെതർ വോള് കണ്ടാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വരക്കുന്ന കുട്ടി ആരാ ഏറ്റവും നല്ലോണം വരക്കുന്നത്? ഉണ്ടല്ലേ? ഓക്കെ, ഗുഡ് ജോബ്. അപ്പം വരക്കുക. ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേപ്പർ എടുത്ത് കുത്തി വരച്ച് അങ്ങ് എന്തെങ്കിലുമൊക്കെ വരക്കാം. നിങ്ങളുടെ ദേഷ്യം അതിലൂടെ പോകും. സങ്കടം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വരക, അല്ലെങ്കിൽ ആ സങ്കടം അങ്ങ് എഴുതുക. എന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞു, എനിക്ക് നല്ല വിഷമം വന്നു എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, നിങ്ങളുടെ സങ്കടം കുറയും. അതല്ല, ആ സങ്കടം വന്നിട്ട് പോയി ടീച്ചറിനെ രണ്ടെണ്ണം പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചറെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞാലാ, അതിനെ കൊണ്ട് നിങ്ങളുടെ സങ്കടം മാറുന്നില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ സങ്കടം ഉറപ്പായിട്ടും മാറും. പിന്നെ ചിലവർക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ കളർ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ദേഷ്യവും സങ്കടവും സ്ട്രെസ്സൊക്കെ കുറച്ചെടുക്കാം. ഡൂഡിലിങ്, അതായത് കുത്തി വരച്ചിട്ടൊക്കെ ഓരോന്നും ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ജേർണലിങ്, ചിലവർക്ക് ഹാബിറ്റ് ഉണ്ടാവും അല്ലേ, ഡയറി എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദിവസം ഡയറി എഴുതുന്ന ഉണ്ടോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഡയറി എഴുതുന്ന നല്ലൊരു ശീലമാട്ടോ. ഒരു കയ്യടി കൊടുത്തേ. ഇന്നത്തെ കാലത്ത് ആരും ഇല്ല. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഡയറി എഴുതിപ്പിക്കുമായിരുന്നു, ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി മാത്രം ഞാനൊക്കെ എഴുതിയേക്കുന്നത്. പിന്നെ ആ കാലം കഴിഞ്ഞിട്ട് ഇതുവരെ ഡയറി എഴുതിയിട്ടില്ല. പക്ഷെ അതൊരു നല്ല ശീലമാണ്, ഡയറി എഴുതലും. നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടായ മോശമായ കാര്യങ്ങൾ, ഇന്നുണ്ടായ നല്ല കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കുറിച്ച് വെച്ച് നോക്കി. ആരും കാണിക്കൊന്നും വേണ്ട, ഡയറി നമ്മുടെ അടുത്ത് മാത്രം. ഓക്കെ, നമുക്കൊരു വല്ലാത്തൊരു സമാധാനം, നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം അങ്ങ് ഛർദ്ദിച്ചു പോയ പോലെ തോന്നും. പിന്നെ മൈൻഡ് ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. ഓക്കെ, ആരോടും ഒരു പകയോ ദേഷ്യമോ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അപ്പം ഇതാണ് സ്ക്രിബ്ലിംഗ് ഡ്രോയിങ്. കണ്ടോ, ഒരു വലിയ പേപ്പർ എടുക്കുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ വരച്ച് ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അത് കളർ ചെയ്യുക വേണമെങ്കിലും. പിന്നെ പെയിൻറ് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് പിക്ചേഴ്സിൽ കൈയുടെ അടയാളോ ഇങ്ങനെ തോന്നുന്ന പോലെ കളർ ചെയ്യുക. ഭംഗി വേണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇമോഷനെ പുറത്ത് കൊണ്ടുവരാനുള്ളൊരു പാസേജ് മാത്രമാണ് ഈ ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ജേർണലിങ്ങും റൈറ്റിംഗ് ഇതുപോലെ തന്നെ, ഡയറി ആയിട്ട് തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത്, എപ്പോഴാണോ ദേഷ്യം വരുന്നത്, ആ സമയത്ത് മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സ്ഡ് മൈൻഡ് സെറ്റും. ഞാൻ നേരത്തെ ബ്രെയിനിന്റെ സ്ട്രക്ചർ കാണിച്ചപ്പോൾ 3 സാധനങ്ങളുടെ പേര് പറഞ്ഞില്ലേ? ആർക്കത് പറയാൻ കഴിയാം? ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ അത് പറയാം? എഴുതി വെച്ചിട്ടുണ്ടായില്ലേ ബുക്കില്ലേ? ആ എഴുതി വെച്ച പേരുകളൊന്നും വായിച്ചേ. ഇങ്ങോട്ട് വാ, മൈക്ക് ഇത്രയും വരും. ബാക്കിലിരിക്കുന്നവര് തീരെ ആക്റ്റീവ് അല്ല. ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, വാ വായിക്കാം. എന്നാ വാ, മോള് വാ. മോള് വരോ? വെരി ഗുഡ്. ജസ്റ്റ് ഇത് വായിച്ചാൽ മതി. എന്നാ ഇവിടെ ബാക്കിൽ നിന്ന് ആരാ വരാ? വാടോ, ഇതൊക്കെ ഒരു മിസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസാ. പിന്നെ നിങ്ങൾ ഖേദിക്കും, അന്ന് ടീച്ചർ വിളിച്ചപ്പോൾ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. വരുന്ന ആരെങ്കിലും വായോ? ഞാൻ കുറേ ആയി ബോയ്സിനെ വിളിക്കുന്നതിന്, ഗേൾസിനെ പിടിക്കാം അല്ലേ? ആരാ വരുന്നത്? വേമ്പോ ഒരാൾ ആരെങ്കിലും വായോ? ഉഷാറായിട്ട് വാ, കമോൻ കമോൻ. ബോയ്സിനെ തോപ്പിക്കണമെങ്കിൽ വായോട്ടോ, അവരൊക്കെ ഉഷാറായിട്ട് വന്നേ. വാ
ജസ്റ്റ് ആ പേര് വായിച്ചാൽ മതി. കം. ആ വാ, മോൾക്ക് കിട്ടുന്നുണ്ട്. വാ, അപ്പൊ വായിച്ചു നോക്കിയില്ലേ? ഇല്ലേ? എന്തിനാ നാണിക്കുന്നേ? കം കം. നമ്മുടെ കുട്ടികൾ, നമ്മളെ പോലത്തെ കുട്ടികൾ തന്നെയല്ലേ ഇവിടെ, വേറെ ആരുമില്ല. വാ വാ. യെസ്, കം ഓൺ. ഇപ്പൊ എന്താ മോൾക്ക് ഇമോഷൻ തോന്നിയത്? എന്ത് ഇമോഷൻ ഇപ്പൊ തോന്നിയത്? ഫിയർ വന്ന് അല്ലേ? ഫിയർ വന്ന്. അപ്പൊ ഒരു എണീക്കാനുള്ള മടി, മസിൽസ് ഒക്കെ ടൈറ്റ് ആയി അല്ലേ? ഇനി ഫിയർ നമുക്കൊരു പോസിറ്റീവ് രൂപത്തിലൂടെ മാറ്റിയെടുക്കാം. Okay, there is nothing to fear. Okay, I can understand that you are feeling fear, but there is nothing to fear. മോളെ പോലത്തെ കുട്ടികളാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ ആരെയാ പേടിക്കുന്നത്? തന്നെയാണോ? ഞാൻ നിങ്ങളെക്കാളും താഴെയുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം നിങ്ങളെ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേരുകളൊന്ന് വായിക്കാം. എവിടെ എഴുതി വെച്ചേ? യെസ്, കം. Amygdala, very good. hypothalamus, then prefrontal cortex. very good, super. Prefrontal cortex. ഫാത്തിമക്ക് ഒരു കയ്യടി കൊടുത്തേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ കഥ പറഞ്ഞില്ലേ? തീരുമാനങ്ങൾ എടുക്കാനുള്ള ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. അതാണ് ഇവിടെ. ഓക്കെ, ഈ തീരുമാനം എടുക്കുന്ന ഒരു സാധനമാണ് ഇത്, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ 2 ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് എന്ന് പറയുന്നത് വളരുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ക്യാമ്പിൽ വരാൻ മടിച്ച എത്ര കുട്ടികളുണ്ട്? മടിയായിരുന്നു അല്ലേ? ആരും പറഞ്ഞിട്ടാ വന്നത്? ഉമ്മ നിർബന്ധിച്ചിട്ടാ വന്നത് അല്ലേ? പക്ഷെ നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതാണ്. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സ്വന്തം ഇഷ്ടമുണ്ടായില്ല, പക്ഷേ മുതിർന്നവർ പറഞ്ഞു, എന്നിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഒരു ചേഞ്ച്, ഒരു മാറ്റം എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ആ ഒരു മാറ്റത്തിന്റെ ലക്ഷണമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇനി ഇതേപോലെ നിങ്ങളെപ്പോലെ ഉമ്മമാര് നിർബന്ധിച്ച ഒരുപാട് കുട്ടികളുണ്ടാവും, പക്ഷെ അവർ ഈ ക്യാമ്പിൽ എത്തിയിട്ടില്ല. അവരുടെ മൈൻഡ് സെറ്റ് എന്താ? ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. അതായത് അവർക്ക് ഈ ക്യാമ്പ് ഏറ്റെടുക്കാൻ പറ്റിയില്ല, അവരുടെ ബ്രെയിൻ വളർച്ച കുറവാണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പിന്നെ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനാണ് വന്നത് അല്ലേ? ഇവിടെ പല ക്ലാസ്സുകൾ ഉണ്ടാവും, പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചെയ്യാനും, ഒന്ന് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്യാനും, ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇനി കരിഞ്ഞ മണം വരുന്നുണ്ടല്ലേ? ഓക്കെ, ആണല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ വളർച്ച ഉണ്ടാവൂല. അവര് എവിടെയാണോ അവിടെ തന്നെ ഉണ്ടാവും. ഇന്ന് കാണുന്ന വലിയ വലിയ ബിസിനസ്മാനും ഓൺട്രപ്രണേഴ്സും അവരൊക്കെ ജീവിതത്തിൽ തോൽവി കണ്ടിട്ടില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? ഒരുപാട് തോൽവികൾ കണ്ടിട്ടാണ് അവർ ആ ഒരു നിലയിൽ എത്തിയത്. അപ്പൊ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്യണം, അല്ലാതെ അത് ഏറ്റെടുക്കാതെ അത് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു പരിപാടിയല്ല എന്ന് വിചാരിച്ച് അത് അവിടെ വിടാതെ ഞാൻ ഏറ്റെടുക്കും, ഞാൻ ചെയ്യും എന്നുള്ളൊരു മനസ്സോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ, വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പം എല്ലാവർക്കും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് ഉണ്ടാവേണ്ടത്. നമ്മൾ വളരും തോറും നമ്മുടെ മൈൻഡ് ഗ്രോ ചെയ്യണം. അല്ലാതെ ചെറുപ്പത്തിലുള്ള പോലെ ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ, ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കൂല എന്നുള്ളൊരു മനോഭാവമാണെങ്കിലാ പറ്റില്ല. ഓക്കെ, വീട്ടിൽ നിന്നും മാറി നിന്ന് മറ്റുള്ളവരായിട്ട് ഇടപഴകി സമൂഹത്തിൽ നല്ല മക്കളായി ജീവിക്കാൻ നിങ്ങൾക്കും സാധിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്? ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല? ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അത്യാവശ്യമല്ലേ ജീവിതത്തിൽ? നമുക്ക് സംസാരിക്കണമെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയണമെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വേണം ജീവിതത്തിൽ. അതിനെയാണ് സോഷ്യൽ കണക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ഒരാളാവണം. നമുക്കിപ്പോൾ ആരെ വെക്കുന്ന ഫ്രണ്ട് ആണെങ്കിലാ